എപ്പോ? ഇതൊന്നും ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. എന്താ അമ്മേ? കിരണും ദുർഗ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞു. ശരിക്കും എന്നോട് അമ്മയാ പറഞ്ഞത്. ദുർഗ വിളിച്ചു പറഞ്ഞു പറഞ്ഞു. ആ, അപ്പൊ എന്റെ ബുദ്ധി ഫലം കണ്ടല്ലേ? അതേ നാത്തൂനെ, നാത്തൂൻ അവിടെ ചെന്നതിന്റെ ഗുണം എന്തായാലും ഉണ്ടായി. അവിടെ ഉടുമ്പ് പിടിക്കും പോലെ പിടിച്ചിരുന്ന രണ്ടിനെയും നാത്തൂൻ അവിടെ നിറക്കി വിട്ടില്ലേ? ഇത്ര പെട്ടെന്ന് അവൾ ഇറങ്ങുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ 1-2 ദിവസം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവിടെ വന്ന് കിട്ടിയ പിന്നെ തിരിച്ചങ്ങോട്ട് വരാത്ത രീതിയിൽ ഞാൻ വേണ്ട ചെയ്തോളാം. അത് മതി. ഇതാണ് ഒരുമിച്ച് നിന്ന് ആരെയും കീഴടക്കാന്ന് പറയുന്നത്. എന്തായാലും ഇതോടെ അവരുടെ ശല്യം തീർന്ന് എന്റെ മോൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമല്ലോ. അതെ, നാത്തും വേഗം അവരിങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക്. അവളൊന്ന് വന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. ഇത്രയും നാളെ കരുതി വെച്ചതെല്ലാം കൂടി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതെ, വന്ന ഉടനെ എന്തായാലും ഉപദ്രവമൊന്നും വേണ്ട. പേടിച്ചിട്ട് പിന്നെയും കൂടി തിരിച്ചു വന്നാലോ? പതിയെ മതി. അവൾ പോലും അറിയാതെ അവളെ നമുക്ക് അവിടെ തന്നെ ലോക്കാക്കി നിർത്തണം. അതൊക്കെ ഞാൻ ഏറ്റു. ഓ ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഓ, ആ നാശങ്ങളൊന്ന് വേഗം ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടിയാ മതിയായിരുന്നു. ശരി നാത്തുനെ, അവരിറങ്ങുമ്പോ എന്നെ അറിയിക്കണേ. ആ, ഞാൻ അവൾക്കൊരു ഉഗ്ര സ്വീകരണം ഒരുക്കാം. അങ്ങനെ ആവട്ടെ. ശരി ശരി നാത്തുനെ. കേട്ടല്ലോ, സന്തോഷായില്ലേ? പിന്നെ ഈ പറഞ്ഞതൊക്കെ നടന്നാ കൊള്ളാം. എല്ലാം നടക്കും മോളെ. ദുർഗ വീട്ടിൽ അമ്മയെ വിളിച്ച് ചെല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരെന്തായാലും ഇവിടുന്ന് പോവും. അവളെ എങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല അമ്മേ. മുത്തശ്ശിയോടൊന്നല്ല, അവൾക്ക് ആരോട് ഈ പറയുന്ന സ്നേഹമൊന്നുമില്ല. മുത്തശ്ശി അച്ഛനും അവളെ ഇവിടെ വന്ന് വിളിച്ചതല്ലേ? അന്ന് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴും അച്ഛനും മുത്തശ്ശിയും തിരിച്ചു വിളിച്ചതല്ലേ? അന്നൊന്നും അവര് പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ. ഇതിപ്പോ ഇന്ന് അങ്ങോട്ട് വിളിച്ച് ചെല്ലാന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കാത്ത എന്തോ ഒരു കാര്യം ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യമില്ല. നിനക്ക് വയറുവേദന വന്നപ്പോ ഞാൻ പറഞ്ഞത് എന്തോ ഒന്ന് അവളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതാ വേഗം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ അങ്ങ് തീരുമാനിച്ചത്. എന്ത് തേങ്ങയായാലും അവർ രണ്ടുപേരും കൂടെ ഒന്ന് പോയി കിട്ടിയാ മതി. എനിക്ക് അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്തത് ഞാൻ വന്ന് നിസ്സാരമായിട്ട് ചെയ്ത് കാണിച്ചു കണ്ടോ? ഇക്കാര്യത്തിൽ എനിക്ക് അമ്മയുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അമ്മയുടെ പ്രായത്തിലെത്തുമ്പോ നോക്കിക്കോ, ഇവളൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോ തന്നെ ഞാനത് തിരിച്ചറിഞ്ഞ് മറുപണി കൊടുത്തിരിക്കും. മിടുക്കി, അങ്ങനെ തന്നെ ചെയ്യണം. നീ എന്റെ മകള് തന്നെ. നിന്നെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചയക്കുമ്പോ എന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു.